ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇന്ന് അടീനത്തിനെ കുറിച്ച് തന്നെയാണ്. വേറെ ഒന്നുമല്ല, പ്രത്യേകിച്ച് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നും അല്ല അത്രക്ക്. എന്നാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യത്തിൽ നിന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചിട്ട് ഇപ്പോൾ 1 വീക്കായി. അപ്പോൾ ഈ പ്ലാൻ നമുക്ക് ഇന്നൊന്ന് മാറ്റി നടണം. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇലയൊക്കെ ഉണ്ടോ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് വെള്ള മണ്ണ്. എന്തോ പ്ലാന്റിന് എനിക്കൊരു വേരൊക്കെ ചാടി വന്നപ്പോൾ ഒന്ന് കുറച്ച് വെള്ളം മണ്ണിട്ട് കൊടുത്തതാണ്. ഇത് നല്ല ഹെൽത്തി പ്ലാന്റാണ് കേട്ടോ, നല്ല ഫ്ലവറാണ്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ ഞാൻ കാണിച്ചിരുന്നില്ല, ഒരു യെല്ലോയും പിങ്കും കൂടി ചേർന്നൊരു കളറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം ഞാൻ കാണിച്ചു തരാം, അതാണ് ഈ വീഡിയോ എടുക്കാൻ കാര്യം. അപ്പം നമ്മുടെ മറ്റേ ഈ അടിയണത്തിൽ നിന്ന് പോയ ഇലകളാണ് കേട്ടോ. അവിടെ പോയി താഴത്ത് കിടക്കണ്ടായിരുന്നു കേട്ടോ, അവിടെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിൻ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേര് ഞാൻ കാണിച്ചു തരാം, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഞാൻ അപ്പോൾ ഇതാണ് നമ്മുടെ വേര് കാണിച്ചു തരാം കേട്ടോ. കണ്ട ആകെ ഇതായിട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ചകിരിച്ചോറിൻ്റെ കൂട്ടത്തിൽ വേരൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ട ഇതിൻ്റെ വേരൊക്കെ പോയിട്ടുണ്ട്. കണ്ട വേരൊക്കെ അളിഞ്ഞളിഞ്ഞ് പോയി. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വേര് ചീഞ്ഞ് പോയി, വെള്ളം കൂടിയിട്ടല്ല, പക്ഷേ എങ്കിൽ പോലും വേരൊക്കെ കുറേ ഇത് പൊട്ടിപ്പോയിട്ട്. അതുകൊണ്ടാണ് ഈ പ്ലാന്റിൽ നിന്ന് മഞ്ഞ ഇലകളൊക്കെ മഞ്ഞായി പോയത് കേട്ടോ. ഇത് കണ്ട ഇതിൻ്റെ അകത്തും കുറേ വേരുകളൊക്കെ കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, കാണുന്നുണ്ട് നമുക്ക്. ഞാൻ കൊട്ടിയിടാം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ കുറേ വെള്ളം നമ്മൾ ഓവറായിട്ട് ഒഴിക്കരുതെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ മെയിനായിട്ട് ഈ കൊക്ക പേസ്റ്റ് ഇട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേ വെള്ളം വലിച്ചെടുക്കും. വേണ്ട ഇതൊക്കെ വെള്ളം കണ്ട കട്ടിക്ക് നല്ല വെള്ളമുണ്ട്. അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ മേളിൽ കുറച്ച് ഡ്രൈ സോയിൽ ഇട്ടത്. അപ്പോൾ ഈ സോയിൽ പോലും ഉണങ്ങുന്നില്ല, ഇത് ഉള്ള ശരിക്കും പറഞ്ഞാൽ ഡ്രൈ ആയി വൈറ്റ് കളറാവും ഈ സോയിൽ. അതാണ് ഇതിൻ്റെ ഡ്രൈ സോയിൽ എന്ന് പറയണത്. അപ്പോൾ ഇത് നമ്മൾ കടൽ മണ്ണ് തന്നെയാണ്, പക്ഷേ ഇത് ഉപ്പിൻ്റെ സാന്നിധ്യം ഉണ്ടാവുമല്ലോ ഈ മണ്ണിന്. അപ്പോൾ ഇത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അടിച്ചിട്ടാണ്. ഇപ്പോൾ ഈ മണ്ണൊന്നും എവിടെയും കിട്ടൂല, ഇപ്പോൾ കടൽ മണ്ണ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പോട്ട് ചെയ്യണ വീഡിയോ ഞാൻ ചെയ്യാം, അത് രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഭയങ്കര ലോങ് ആയി പോകണമെന്നുണ്ടട്ടെ. അപ്പോൾ അതിനുവേണ്ടി മണ്ണൊക്കെ ഞാൻ പല മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ള മണ്ണും കൂടി കുറച്ച് എടുത്തിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ